അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യർക്കും നിശ്ചയിച്ച ഒന്നാണ് അവന്റെ മരണം എന്ന് പറയുന്നത്. അതിൽ നിന്നും പ്രവാചകന്മാർ പോലും ഒഴിവല്ല എന്നതാണ് സത്യം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു മരണം നേരത്തെ നിശ്ചയിച്ചു എന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇറങ്ങിയ വഹയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നക മയ്യിത്തുൻ, നബിയെ താങ്കൾ മരിക്കും. വ ഇന്നഹും മയ്യിത്തൂൻ, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരും മരണപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും പലവരും നാം പറയുന്നവരാണ്, കേൾക്കുന്നവരാണ്. കാരണം അതിലെല്ലാം നമുക്ക് ഒട്ടേറെ പാഠങ്ങളുണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമല്ല വിശ്വാസികളെ പാഠമുള്ളത്, അവിടുത്തെ മരണത്തിലും ആ മരണത്തിന്റെ ചരിത്രങ്ങൾ ഓർക്കുന്നതിലും വായിക്കുന്നതിലും നമുക്ക് എമ്പാടും ചില പാഠങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ 12 വരുന്ന സമയത്ത് മഹാഭൂരിഭാഗം വരുന്ന ആളുകളുടെ മനസ്സിലേക്കും വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നൊരു ദിവസത്തെ കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം അത് റബീഉൽ അവ്വൽ 12 എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും ലോകത്തിൽ ഒരാൾ പോലും മറുത്തൊന്നും പറയാത്ത ഏറ്റവും വലിയ സത്യം റബീഉൽ അവ്വൽ 12 അള്ളാന്റെ റസൂല് മരിച്ചു എന്നതാണ്. അള്ളാന്റെ റസൂല് മരിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന വിഷയത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ പ്രവാചകന്റെ മരണത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലോകത്തിൽ ഇന്നോളം സംഭവിച്ച ഇനി ഖിയാമത്ത് നാളോളം വരാനിരിക്കുന്ന ഏത് വലിയ ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ അസ്വാബ അഹദുക്കും മുസീബ, കൂട്ടരെ നിങ്ങൾക്കെങ്ങാനും വല്ല മുസീബത്തുകളും ബാധിക്കുമ്പോൾ ഫൽയദ്കുർ മുസീബതഹു ബി, എന്നെ കൊണ്ടുണ്ടായ അവന്റെ മുസീബത്ത് അവൻ ഓർക്കണമെന്നാണ്. കാരണം ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാറ്റിനും പരിഹാരമുണ്ടായിരുന്നു, എല്ലാറ്റിനും പരിഹാരമാണ്. കാരണം ചൂടോടെ വഹി ഇറങ്ങുന്ന സമയമാണ്. അള്ളാന്റെ റസൂലിന്റെ മരണം എന്ന് നടന്നോ അതോടുകൂടെ വഹി നിലച്ചു, ഇനി വഹി വരാനില്ല എന്നതാണ്. അതുകൊണ്ടാണ് അവിടുത്തെ മരണത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ പോലും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ഇത്രയേറെ കരയാണ്? പ്രവാചകൻ വിടവാങ്ങി എന്നതിലല്ല ഞങ്ങൾ കരയുന്നത്, പ്രവാചകൻ പോകുന്ന സ്വർഗത്തിലേക്കാണെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ ഇനി വഹി ഇറങ്ങില്ലല്ലോ എന്നതാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദുരന്തം നടന്ന ദിവസമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങിയതിന് ശേഷമാണ് മുസ്ലിം ഉമ്മത്തിൽ വീണ്ടും അനൈക്യങ്ങൾ ഉണ്ടായത്, ഛിദ്രതകൾ ഉണ്ടായത്, ശിർക്കും തൗഹീദും തമ്മിൽ ഏറ്റുമുട്ടലുകൾ വീണ്ടും നടന്നത്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനുകൾ എന്ന് അവകാശപ്പെട്ട ആളുകളിലേക്ക് വീണ്ടും ശിർക്കൻ വിശ്വാസങ്ങളും കുഫ്രൻ വിശ്വാസങ്ങളും ഒക്കെ വന്നത് അള്ളാന്റെ റസൂൽ വിടവാങ്ങിയത് കൊണ്ടാണ്. ഒരു മനുഷ്യനെ ഏൽക്കാവുന്ന ദുരന്തത്തിലെ ഏറ്റവും വലുത് അവന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് സംഭവിക്കുക എന്നതാണ്. ഒരു പ്രളയമോ അല്ലെങ്കിൽ ഒരു ഭൂകമ്പമോ ഉണ്ടായിട്ട് വലിയ പാറക്കെട്ടുകൾ വന്ന് സ്വന്തം ശരീരത്തിലേക്ക് വന്ന് പതിച്ച് ശരീരം ഒന്ന് പെറുക്കിയെടുത്ത് മയ്യത്ത് നിസ്കരിക്കാൻ പോലും കിട്ടാത്ത അത്രയും വലിയ ദുരന്തം നമ്മൾ കണ്ടു. എന്നാൽ അതിനേക്കാൾ വലിയ ദുരന്തം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നതാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിന് ഹേതുവായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങാൻ പോകുന്നു എന്നുള്ളത് അവിടുത്തെ അനുചരന്മാർക്ക് പ്രവാചകൻ ചില സൂചനകളോട് നൽകി. മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാചകന്റെ വാക്കുകളിൽ എന്റെ റോൾ അവസാനിക്കുകയാണ്, ഇനി ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങാൻ പോവുകയാണ് എന്ന് പറയാതെ പറഞ്ഞിരുന്നു പ്രവാചകൻ. ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകൻ സംസാരിക്കവേ മാലോകരെ മുഴുവനും വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, കൂട്ടരേ നിങ്ങൾ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ ഹാദൽ മൗഖിഫ്, ഇന്നത്തെ ദിവസം ഇതുപോലെ
അടുത്തൊരു വർഷം നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് പറയാൻ ഞാൻ ആളല്ല എന്താണ്? അതൊരർത്ഥത്തിലുള്ള വല്ലാത്തൊരു വാക്കായിരുന്നു. ജംറയിൽ കല്ലേറ് നടക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലിതഖുദു അന്നി മനാസിക്കക്കും, കൂട്ടരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് ഇപ്പോൾ പഠിച്ചു. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, എന്റെ ഈ ഹജ്ജിന് ശേഷം ഇനി നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നതാണ്. അവിടങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉമ്മത്തിന് കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം നടന്ന തൊട്ട് മുമ്പുള്ള റമദാനിൽ സാധാരണഗതിയിൽ ജിബ്രീൽ ഒരു തവണയാണ് പ്രവാചകന്റെ ഖുർആൻ ഓത്തുന്നത് കേൾക്കൽ. അന്ന് 2 തവണ പരിപൂർണമായി കൊണ്ടും കേട്ടു എന്നാണ്. സാധാരണഗതിയിൽ റമദാനിൽ അവസാനത്തെ 10 മാത്രമേ പ്രവാചകൻ ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ മരിക്കാൻ പോകുന്ന അവസാനത്തെ വർഷത്തിൽ 20 ദിവസവും ഇത്തികാഫിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഉൽ ഓർഖദിലേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി മനമൊരുകി ഒരു സ്പെഷ്യൽ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അതെല്ലാം പ്രവാചകൻ വിടവാങ്ങാൻ പോകുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ 11 ദിവസത്തോളമാണ് മരണത്തിലേക്ക് തന്നെ നയിച്ച രോഗത്തോടുകൂടെ കടന്നത്. ഒരുപാട് കാലമൊന്നും കടന്നിട്ടില്ല. രോഗത്തിന്റെ തുടക്കം ഹിജറ 11 സഫർ മാസത്തിൽ ഒരു അൻസാരി യുവാവിന്റെ ജനാസയിൽ പങ്കെടുത്ത പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ കലശലായ ശക്തമായ തലവേദന പ്രവാചകൻ പിടിപെടുകയാണ്. ശക്തമായ തലവേദന കാരണത്താൽ പ്രവാചകൻ തന്റെ തലയിൽ ഒരു മുണ്ടോ മറ്റെടുത്ത് കെട്ടുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഞാൻ എവിടേക്കാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ ഞാൻ നാളെ ആയിഷമ്മയുടെ വീട്ടിലേക്കല്ലയോ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ കൂട്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ പ്രവാചകൻ കൈയിട്ട് വേച്ച് ആയിഷമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി. 11 ദിവസത്തോളം രോഗിയായി എങ്കിലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ തലവേദന അനുഭവിക്കുന്ന സമയത്തും ഒരു ജമാഅത്ത് പോലും അവിടുന്ന് ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടില്ല എന്നതാണ്. പ്രവാചകനായിരുന്നു അന്നും മിഹ്റാബിൽ ഇമാമ് നിന്നിരുന്നത് എന്നതാണ്. സഹോദരാ, ഓർക്കണം പാഠം നാം. ഒരു ചെറിയൊരു തലവേദന വരുമ്പോഴേക്കും ജമാഅത്തിന് ഞാനില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടെങ്കിൽ നബി തങ്ങളുടെ മരണത്തിന്റെ അവസാന കാല ചരിത്രത്തിൽ പോലും നമുക്ക് ചില പാഠങ്ങൾ നൽകുകയാണ്. ശക്തമായ മരണത്തിലേക്കുള്ള വേദന അനുഭവിക്കുന്ന സമയത്തും അള്ളാന്റെ റസൂല് ബോധപൂർവം ഒരു ജമാഅത്ത് മിസ്സാക്കിയിട്ടില്ല എന്നതാണ്. 5 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബുധനാഴ്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പ്രവാചകർക്ക് ശക്തമായ തലവേദനയും വയറുവേദനയും അനുഭവപ്പെടുകയാണ്. പ്രവാചകൻ വെള്ളമൊഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. വെള്ളമൊഴിക്കാൻ, തലയിലൂടെ വെള്ളമൊഴിക്ക്, എനിക്കൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് പറയുകയും അവർ ഭാര്യമാരും മറ്റുമൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം ഒരു ആശ്വാസം തോന്നിയപ്പോൾ പ്രവാചകൻ നേരെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരികയാണ്. അങ്ങനെ പ്രവാചകൻ മിമ്പർമേ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകർക്ക് മിമ്പർമേൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്നില്ല. മിമ്പർമേ ഇരുന്നു കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംസാരങ്ങൾ നടത്തി. അന്ന് ചില ഉമ്മത്തിന് ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ കൈമാറി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറം ഇരുന്നിട്ട് ഒരു വർത്താനം പറഞ്ഞു. എന്താണെന്നറിയോ? ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു ബൈന അയ്യുതീഹി മിൻ സഹറത്തി ദുനിയ മാ ശാ വബൈന മാ ഇൻദഹു. ഒരു അടിമക്ക്, ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് 2 ഓപ്ഷൻ കൊടുത്തു എന്നാണ്. 1 ഐഹിക ജീവിതത്തിലെ വിഭവമാണ്, 2 പരലോകമാണ്. ആ അടിമ പരലോകം സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് എവിടെയും തട്ടാത്തൊരു വർത്താനം പറഞ്ഞു. ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. ഇത് കേട്ട ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട ഉടനെ തന്നെ കരഞ്ഞു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാന്റെ അരികിലുള്ളതിനെ സെലക്ട് ചെയ്ത മനുഷ്യൻ. ആ പ്രവാചകനിത പോകുന്നു എന്ന് വരികൾക്കുള്ളിലൂടെ വായിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രം അത് മനസ്സിലായി എന്നതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇരുന്ന ഇരിപ്പിൽ കൂട്ടരെ മുസ്ലിം ഉമ്മത്തിന് കൈമാറിയ ചില അന്ത്യോപദേശങ്ങളുണ്ട്. നമ്മളൊക്കെ വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മളോട് മോനെ എന്ന് പറഞ്ഞ് ആ കയ്യും പിടിച്ച് നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ വാചകത്തെ നമ്മൾ മറക്കുമോ കൂട്ടരെ? നമ്മുടെ ഉമ്മ എങ്ങാനും മരണവക്കിൽ കടന്നുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാൻ ഒരു മകനിക്ക് കഴിയുമോ, മകൾക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. ലോകഗുരു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ജീവിച്ച സാധു നമ്മളോട് പറയുന്ന അന്ത്യോപദേശങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. എന്താണെന്നറിയുമോ? അവിടുത്തെ 1-ാമത്തെ ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന അക്സറ മാ അഖാഫു അലൈക്കും മാ യുഖ്രിജു അല്ലാഹു ലക്കും മിൻ ബറകാത്തിൽ അർളി. നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്.
ഏറ്റവും ഭയപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയോ? ഭൂമി ലോകത്തുള്ള ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടലാണ് എന്നതാണ്. ചോദിക്കപ്പെട്ടു, വമാ ബറകാത്തുൽ അർളി, പ്രവാചകരെ ഈ ഭൂമിയുടെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹ്റത്തു ദുനിയ, ഐഹിക വിഭവങ്ങൾ നിങ്ങൾക്ക് മേൽക്കുമേൽ വന്ന് ഭവിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അള്ളാന്റെ റസൂൽ കാലേ കൂട്ടി കാര്യങ്ങൾ വായിച്ചിരുന്ന, വഹയിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന അള്ളാന്റെ റസൂല് പറയാ, നിങ്ങൾക്ക് ദുനിയാവ് വല്ലാതെ കിട്ടുന്നത് എനിക്ക് ഭയമാണ് എന്നാണ്. അതുകൊണ്ട് കൂട്ടരെ, ആ ദുനിയാവിന്റെ പിന്നാലെ മാത്രമുള്ള പോക്ക് അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് നമ്മളോട് നൽകിയ ഏറ്റവും ഒരു ഉപദേശമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്ലാനുകളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ എല്ലാ ഇടപാടുകളിലും ദുനിയാവ് മാത്രമാകരുത്. ദുനിയാവ് മരിക്കോളമുള്ള ചെറിയൊരു താവള മാത്രമാണ്. രണ്ടാമതായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. قال النبي صلى الله عليه وسلم في مرضه الذي لم يقم منه, തനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രോഗാതുരമായ അവസരത്തിൽ പ്രവാചകൻ പറഞ്ഞു, യഹൂദികളെ, അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അള്ളാഹുവിന്റെ ശാപം ലഭിച്ചു. എന്തെന്നറിയുമോ? അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധിക്കപ്പെടുന്ന, സുജൂദുകൾ വീഴുന്ന, പ്രാർത്ഥനകൾ വന്നു വീഴുന്ന, ആരാധനകളുടെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ വന്നു വീഴുന്ന ഒരിടമായിക്കൊണ്ട് അവരുടെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെയും പ്രവാചകന്മാരുടെയും ഖബറുകൾ അവർ സ്വീകരിച്ചു എന്നതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നു, ലാ തജ്അലു ഖബരി, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനം യുഅബദ്, എന്റെ ഖബർ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന, സുജൂദുകൾ വന്ന് വീഴുന്ന, പ്രാർത്ഥനകൾ വന്ന് വീഴുന്ന ഒരവസ്ഥയിലേക്ക് പടച്ചോനെ എന്റെ ഖബറിനെ നീ മാറ്റരുത് എന്ന ഈ ഹദീസ് പറയുന്നിടത്ത് ആയിഷ പറയുന്നുണ്ട്, ലൗലാ ദാലിക, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ ലഉബ്രിസ ഖബറുഹു, പ്രവാചകന്റെ ഖബർ എല്ലാവർക്കും കാണപ്പെടുന്ന രൂപത്തിൽ അത് തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. മുസ്ലിം ഉമ്മത്തിൽ അങ്ങനെ ഖബറുകൾ തുറക്കപ്പെട്ടപ്പോഴൊക്കെയും അത് ആരാധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഒരു ഖബറും ആരാധിക്കപ്പെടരുത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണെന്ന് പറയുന്നവർ, ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ, പ്രവാചകൻ തന്റെ അന്ത്യസമയത്ത് നൽകിയ ഉപദേശങ്ങളെ പുല്ലുവില കൊടുക്കാതെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ഖബർ കാണുമ്പോഴേക്കും അതിനെ കെട്ടിപ്പൊക്കി അള്ളാഹിനോട് പറയുന്ന വാചകങ്ങൾ അവിടെ പോയി പറയുന്ന, അള്ളാഹിനോട് പറയേണ്ട സങ്കടങ്ങൾ ആ ഖബറാളികളോട് പറയുന്ന ദുരവസ്ഥ സഹോദരങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നില്ലേ? ഈ കാര്യങ്ങളൊക്കെ അവഗണിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് തീർത്തും എതിരായി കൊണ്ട് ജീവിച്ചിട്ട് ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് സഹോദരനുള്ളത്? അതുകൊണ്ട് ഖബർ എന്നുള്ളത് അത് പരലോകത്തെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു ഇടമെന്നതല്ലാതെ ഭൗതിക ലോകത്തിനോ അല്ലെങ്കിൽ പരലോകത്തൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഖബറിനെ സമീപിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പോലും പറഞ്ഞത് എന്നതാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം മരിക്കുകയാണെന്ന് മനസ്സിലായപ്പോ പ്രവാചകൻ പറഞ്ഞു വെച്ചൊരു വാചകം എന്താണെന്നറിയോ? മൻ കുന്തു ജലത്തു ലഹു ലഹറ, ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫഹാദാ ലഹരി ഫൽയസ്തഖിദ് മിൻഹു, അല്ലേ, ഇതാ എന്റെ ലഹർ, ഞാൻ എന്റെ പുറം ഞാൻ കാണിച്ചു തരാം, അവർ പ്രതിക്രിയ ചെയ്തോളിയും എന്നതാണ്. സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് എപ്പോഴാന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസരം പോലും നമ്മൾ കൊടുക്കാതിരിക്കുക എന്നതാണ്. ആരെയെങ്കിലും ഞാൻ വാക്കുകൊണ്ടോ നോട്ടുകൊണ്ടോ എന്തുണ്ടെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രതികാര നടപടി സ്വീകരിക്കാമെന്നാണ്. ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തെ ധ്വംസിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചു പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. കാരണം അതെങ്ങാനും ബാക്കി വെച്ചിട്ടാണ് ഞാൻ പരലോക കോടതിയിലേക്ക് നടന്നു നീങ്ങുന്നതെങ്കിൽ അള്ളാന്റെ റസൂല എന്തുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടില്ല എന്നതാണ്. അത്ര ഗൗരവമുള്ള വിഷയമാ സഹോദര, അത്ര ഗൗരവമുള്ള വിഷയമാ കൂട്ടരെ. തൗഹീദിന് വേണ്ടി പടയോട്ടം നയിച്ച ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പറയുന്നത്. ആർക്കെങ്കിലും എന്റെ സ്വഭാവം കൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരണമെന്ന് നമ്മളങ്ങനെ മെഹ്റാബിന്റെ അടുക്കിലേക്ക് മയ്യത്തും കട്ടിൽ കൊണ്ടുവച്ചിട്ട് ബാക്കിയുള്ളവർ ഇറക്കേണ്ട വാചകമല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ പറയണം നമുക്ക് വേണ്ടി പൊരുത്തപ്പെടിപ്പിക്കാൻ.
മരിക്കുന്നത് വരേക്കും ഈഗോ നടിച്ച് വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാതെ പാറ പോലും തോറ്റുപോകുന്ന കടികട്ടിയുള്ള മനസ്സിന്റെ അവകാശിയായിക്കൊണ്ട് ജീവിച്ച് അവസാനം മരിച്ചു കിടക്കുന്ന സമയത്ത് മറ്റുള്ളവർ തനിക്ക് വേണ്ടിയിട്ട് കെഞ്ചുന്ന സാഹചര്യം, അത് സുന്നത്തല്ല, അതിലൊരു മാതൃക നമുക്കില്ല. അതുകൊണ്ട് സഹോദര, എപ്പോഴാണ് റബ്ബ് തിരിച്ചു വിളിക്കാന്ന് അറിയില്ല. പ്രവാചകൻ പഠിപ്പിക്കുക ഈ പോക്ക് അത് നല്ല ലെവലിൽ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട തടസ്സങ്ങൾ മാറണമെന്ന് വല്ലാത്തൊരു തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ 4 ദിവസങ്ങൾക്ക് മുൻപ് വ്യാഴാഴ്ച സമയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 നേരത്തിനും ആ പ്രയാസങ്ങൾക്കിടയിലും ജമാഅത്ത് മുടക്കാതെ ഇമാമത്ത് നിൽക്കുകയാണ്. പക്ഷെ ഇശാ നമസ്കാരത്തിന് ഇശാക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കരിക്കാൻ കഴിയണില്ല. രോഗം ശക്തമായി കഠിനമായി ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു. 3 തവണയും ബോധം നഷ്ടപ്പെട്ടു. 3 തവണയും വെള്ളമൊഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബോധോദയം വരുമ്പോഴൊക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് അസ്വല്ലന്നാസ്, ജനങ്ങൾ ഇശാ നമസ്കരിച്ചോ എന്നതാണ്. ഇല്ല പ്രവാചകരെ, താങ്കൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന. പോകാൻ വേണ്ടി എണീക്കുമ്പോഴേക്കും വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കഴിയാതിരിക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് ഏൽപ്പിക്കുകയാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള നമസ്കാരങ്ങൾക്കൊക്കെയും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇമാം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ലൊരു ലീഡറെ നമുക്ക് നമ്മുടെ കാലശേഷം നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പിൻഗാമിനെ കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നത് അത് അള്ളാന്റെ റസൂൽ കാണിച്ചു തന്ന ഒരു സുന്നത്താണെന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ ഓടി നടന്നുണ്ടാക്കിയ പള്ളി നമ്മുടെ കാലത്തിന് ശേഷം മറ്റൊരു ടീം നമ്മളെക്കാൾ ഉഷാറായി കൊണ്ടു നടക്കുന്ന സാഹചര്യം ഉണ്ടാകണം. നാം തുടങ്ങി വെച്ച നന്മകൾക്കൊക്കെയും ഒരു പിൻഗാമികൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗത്ത് വിജയിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരാളെയാണ് പ്രവാചകൻ സെലക്ട് ചെയ്തത്. രണ്ടാമത്തെ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് ശനിയാഴ്ച നേരം പ്രവാചകൻക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. നേരിയൊരു ആശ്വാസം കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായപ്പോഴേക്കും ദുഹറിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. പ്രവാചകന്റെ വരവ് കണ്ടപ്പോൾ അതുവരെ ഇമാമിൽ നിന്നിരുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറകോട്ടായാൻ വേണ്ടി നോക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടത് ഭാഗത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയും പ്രവാചകൻ ഇമാമായി കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ ഇമാമുമായി കൊണ്ട് ബാക്കിയുള്ളവരും നമസ്കരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. മരണത്തിന്റെ തലേന്ന് ഒരു ഞായറാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ ഒരുങ്ങുകയാണ്. പ്രവാചകൻ തന്റെ അടിമകളെ മോചിപ്പിച്ചു. ആകെ ഉണ്ടായിരുന്ന 7 ദീനാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖകൾ കൊടുത്തു. ആയുധങ്ങൾ മുസ്ലിം ഉമ്മത്തിന് നൽകി. അല്ലെ, എല്ലാം കൊടുക്കുകയാണ്. ഉണ്ടായിരുന്നൊക്കെ അള്ളാന്റെ മാർഗത്തിൽ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം മരിക്കാൻ പോകുന്ന സമയത്ത് വിളക്കിൽ എണ്ണയൊഴിക്കാൻ സാഹചര്യമില്ലാത്തതിന്റെ പേരിൽ ആകെ ഉണ്ടായിരുന്ന പടയങ്കി തൊട്ടടുത്തുള്ള ജൂതന്റെ അരികിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ഒരല്പം എണ്ണ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മരണ ദിവസം നടക്കുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അന്ന് സുബഹിക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിമാറ് നോക്കിയിട്ട് ഇങ്ങനെ ബോധം വരുന്ന സമയത്ത് വിരിമാറ് തൊട്ടപ്പുറത്തുള്ള വിരിങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായ സന്തോഷത്തോടു കൂടെ നമസ്കരിക്കുന്നതാണ്. പ്രവാചകൻ ഇങ്ങനെ നോക്കി വല്ലാതൊന്ന് ചിരിച്ചു എന്നാണ്. ആ നിസ്കാരത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ വരുന്ന കാണുമ്പോൾ മാറാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. പിന്നീട് നിസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയായില്ല എന്നതാണ്. അങ്ങനെ ഒരു ളുഹയുടെ സമയമാകുമ്പോൾ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. അവിടേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ വിളിച്ചു. നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്, രഹസ്യം പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം ഒന്ന് കരഞ്ഞു. പിന്നീട് അവിടുന്ന് ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സമയത്ത് വിളിച്ചപ്പോൾ താങ്കൾ കരഞ്ഞത്, പിന്നീട് ചിരിച്ചത് എന്തെന്ന് ചോദിച്ചപ്പോൾ ആ വേദനയോടുകൂടെ എന്റെ ഒപ്പം മരിക്കുകയാണെന്ന രഹസ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു എന്നാണ്. പിന്നെ എനിക്ക് ശേഷം നമ്മുടെ കുടുംബത്തിൽ നിന്നും നീയായിരിക്കും എന്റെ അടുക്കലേക്ക് ആദ്യമായി കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു എന്നാണ്. അങ്ങനെ പ്രവാചകൻ മരിക്കാൻ പോകുന്ന സമയത്ത് പേരക്കുട്ടികളെ വിളിക്കുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ വിളിച്ച് അവിടെ നിന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭാര്യമാരെ വിളിക്കുന്നു.
അടുത്തിരുത്തുന്നു, വസിയത്തുകൾ കൊടുക്കുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ ഉപദേശങ്ങൾ കൊടുക്കുന്നതിൽ വീഴ്ചകൾ കാണിച്ചില്ല എന്നാണ്. മരിക്കുന്ന സമയത്ത് പോലും അവസാനമായിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ അവിടെ കുടുംബത്തോട് നടത്തുകയാണ്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ആഗ്രഹിച്ചു, ഇവരും എന്റെ കൂടെ സ്വർഗത്തിൽ വേണമെന്ന്. നമ്മൾ നമ്മുടെ റൂട്ടിൽ മാത്രം സഞ്ചരിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ കൂടെ നമ്മുടെ കുടുംബവും ഉണ്ടാകണമെന്നൊരു സ്വപ്നം, ഒരാഗ്രഹം സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം കലശലാകുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ആ ഒരു പ്രയാസം കണ്ടിട്ട് പറയാണ്, വാ ഖർബ അബാ, വാ ഖർബ അബാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. ഫഖാല ലഹാ, ഇത് കേട്ട പ്രവാചകൻ മകളോട് പറഞ്ഞു, ലൈസ അല അബീക ഖർബുൻ ബഅദൽ യൗം, മോളെ ഇന്നത്തെ ദിവസത്തോടു കൂടെ ഉപ്പാന്റെ എല്ലാ വേദനയും നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസത്തോടുകൂടെ ഉപ്പച്ചിയുടെ എല്ലാ വേദനയും അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം വന്നു പോകുന്നു. വരുമ്പോഴൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ചോദിച്ചു, അസ്സലാത്ത്, അസ്സലാത്ത്, നമസ്കാരട്ടോ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കരുത് എന്ന് സ്വഹാബാക്കൾ പറയുന്നുണ്ട്. പ്രവാചകന്റെ തൊണ്ടക്കുഴിയിൽ മരണമെത്തി നിൽക്കുന്ന സമയത്ത് പോലും കറകറ ശബ്ദത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കേട്ട വാചകം അസ്സലാത്ത്, അസ്സലാത്ത് വമാ മലക്കത് അയ്മാനുക്കും, നമസ്കാരത്തിന്റെ വിഷയത്തിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന അവസാനത്തെ വല്ലാത്തൊരു ഉപദേശം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ അവസാനത്തെ നിമിഷം മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മടിത്തട്ടിലേക്ക് പ്രവാചകൻ അങ്ങനെ വീഴുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ തന്റെ അളിയൻ അപ്പുറത്തൂടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മിസ്വാക്ക് കാണുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്കിന് വേണ്ടി നോക്കുന്നുണ്ട്. ആ നോട്ടം പോലും വായിച്ചറിഞ്ഞു നമ്മുടെ ഉമ്മ. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ, അവരുടെ ആ ഒരു ആഗ്രഹങ്ങൾ, നോട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന ആഗ്രഹത്തെ പോലും മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാകണമെന്ന വല്ലാത്തൊരു പാഠം നമുക്കവിടെ കാണാൻ കഴിയും. ആയിഷ പറയുന്നുണ്ട്, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ കടിച്ചിട്ട് എന്റെ സിവാക്ക് പ്രവാചകർക്ക് ഞാൻ ചെയ്തു കൊടുത്തു എന്നാണ്. എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും അവസാനം പിന്നെ ഒത്തിട്ടാണ് പ്രവാചകൻ മരിക്കുന്നത് എന്നതാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടപ്പുറത്തുള്ള പിന്നെ വെള്ളെടുത്തിട്ട് പ്രവാചകൻ തന്റെ മുഖം ഇങ്ങനെ തടവുന്നുണ്ട്. എന്നിട്ട് പ്രവാചകന്റെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി ലസകറാത്ത്, അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. പടച്ചോനെ, മരണത്തിന് എന്തൊരു വേദനയാണ്, മരണത്തിന് എന്തൊരു വേദനയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സഹോദര അത് പറയുന്നത്. മരണത്തിന് അസഹ്യമായ വേദനയാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദനയെ പടച്ചോനെ എനിക്ക് നീ കുറച്ചുകൊണ്ടെന്ന. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു തുടങ്ങുകയാണ്. നെറ്റിത്തടം ശക്തമായി കൊണ്ട് വിയർക്കുന്നുണ്ട്. പ്രവാചകന്റെ നിറം മാറുന്നുണ്ട്. പ്രവാചകന്റെ വിരലുകൾ ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. പ്രവാചകന്റെ ചുണ്ടുകൾ എന്തെല്ലോ മന്ത്രിക്കുന്നുണ്ട്. ആയിഷുമ്മ എന്താണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു നോക്കിയപ്പോൾ ചെവി കൊടുത്തു എന്നാണ്. അപ്പോൾ പ്രവാചകൻ ഒരു ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട വല്ലാത്തൊരു മരണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ല മനുഷ്യന്മാർ ആരുടെ കൂടെയായിരിക്കുന്നതാണ് പരലോകത്ത്. ഫഉലൈക, അള്ളാഹു അനുഗ്രഹിച്ചുള്ള കൂട്ടത്തിൽ ആരൊക്കെയാണ്? പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ. പടച്ചോനെ, അവരുടെ കൂടെ എന്നെയും നീ അണിനിരത്തണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്ന. പിന്നെയും ആയിഷുമ്മ വീണ്ടും എന്താണ് പ്രവാചകൻ അടുത്തതായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു നോക്കിയപ്പോൾ അവർ കേട്ടത് പ്രവാചകൻ ഇങ്ങനെ പറയുന്നതാണ്, അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, വർഹംനി, എന്നോട് നീ കരുണ കാണിക്കണേ, വൽഹിഖ്നി ബിർറഫീഖിൽ അലാ, ഉന്നതനായ പടച്ചോനിലേക്ക് നീ എന്നെ ഉയർത്തണേ എന്നാണ്. അങ്ങനെ അതാണ് അവസാനമായി കൊണ്ട് പ്രവാചകൻ പറഞ്ഞു വെച്ച വാചകം. ആ വിരലുകൾ എന്നേക്കുമായി കൊണ്ട് താഴേക്ക് വീണു എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഏകദേശം ഒരു ളുഹയോട് അടുക്കുന്ന സമയത്ത് എന്നേക്കുമായി കൊണ്ട് വിട പറഞ്ഞു. ഇത് കേട്ട സമയത്ത് സ്വഹാബാക്കളുടെ നിലതെറ്റി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്തനെ പോലെ
ഓടി നടന്നു എന്നതാണ്. എന്റെ പ്രവാചകനെങ്ങാനും മരണപ്പെട്ടു എന്നങ്ങാനും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അവന്റെ കഴുത്ത് ഛേദിക്കുമെന്നൊക്കെ പറയുന്നിടത്തേക്ക് ആ ഒരു വല്ലാത്തൊരു ദുരന്തം അവരെ മാറ്റിക്കളഞ്ഞു എന്നതാണ്. ആദ്യം കരഞ്ഞുവെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു സമചിത്തത വീണ്ടെടുത്ത് മിമ്പറമ കയറി നിന്നുകൊണ്ട് പറഞ്ഞു വെച്ച വാചകം, മൻ ഖാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നെങ്കിൽ ദാ മുഹമ്മദ് മരിച്ചിരിക്കുകയാണ്. വമൻ ഖാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. എന്നാൽ നിങ്ങൾ ആരാധിച്ചിരുന്നത് റഹ്മാനായ റബ്ബിനെയാണെങ്കിൽ ആ റബ്ബ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ്. മരിച്ചു പോകുന്നവനെയല്ല ആരാധിക്കേണ്ടത്, മരിച്ചു മൺമറഞ്ഞു പോയവനെയല്ല ആരാധിക്കേണ്ടത് എന്ന വലിയൊരു വിഖ്യാതമായ പാഠം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ നമ്മളെ നടത്തുകയാണ്. മദീന കരഞ്ഞു, മദീന ഇരുണ്ടടഞ്ഞു, സ്വഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു. മദീന പ്രകാശപൂരിതമായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം നടന്ന ദിവസമാണ്. മദീന ഇരുണ്ടടഞ്ഞു പോയത് അള്ളാന്റെ റസൂൽ ഞങ്ങളിൽ നിന്നും വിട്ടുപറഞ്ഞ സമയത്താണ് എന്ന പല ആളുകളും നാട് വിട്ടുപോയി. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോൾ ലടറി, പിന്നീട് ബാങ്ക് കൊടുക്കാൻ വിസമ്മതിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ദുഹയുടെ സമയം അന്ന് മദീന ഇരുണ്ടടഞ്ഞു പോയ സ്വഹാബാക്കൾ തളർന്ന കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് മാറിയ ദിവസം ഇന്ന് വർഷങ്ങൾക്കിപ്പുറത്ത് റബീഉൽ അവ്വൽ 12 ദുഹയുടെ സമയം ആരവങ്ങളുടേതാണ്, ഘോഷയാത്രകളുടേതാണ് അല്ലേ? ആഹ്ലാദ തിമർപ്പുകളിലാണ് ആളുകൾ. എന്ത് നബി സ്നേഹമാണ് സഹോദര ഇതൊക്കെ, എന്ത് നബി സ്നേഹമാണ് സഹോദര. അള്ളാന്റെ റസൂൽ അവസാന സമയത്ത് നൽകിയ വസിയത്തുകൾ നെഞ്ചകത്തേക്ക് ചേർത്ത് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടതിന് പകരം പ്രവാചകൻ കാണിക്കാത്ത, പ്രവാചകൻ ഹറാമാക്കിയ പല പേക്കൂത്തുകളും കാണിച്ചുകൊണ്ടുള്ള വിരോധാഭാസം സഹോദരങ്ങളെ നിർത്താൻ നമുക്ക് കഴിയണം. അതിനോട് സഹകരിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ആളാണ്. അതിന് നമുക്ക് മാതൃകയുണ്ട്. മരിക്കാൻ പോകുന്ന സമയത്ത് പോലും ചെയ്തു വെക്കേണ്ട കടമകളെ കുറിച്ച് കൃത്യമായി നമ്മളെ പഠിപ്പിച്ച ആളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് സമയത്താണ് നമ്മളെ റബ്ബ് തിരിച്ചു വിളിക്കുക എന്നറിയില്ല. മരണത്തിന് വേണ്ടി നമുക്കും ഒരുങ്ങാൻ കഴിയേണ്ടതുണ്ട്. അതിനു മുൻപുള്ള കടമകൾ പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ പൂർത്തീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മരണത്തിലൂടെയുള്ള പാഠങ്ങളും പകർത്തി ആ നിലക്ക് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ولجميع المسلمين واستغفر من كل ذنب إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കുന്നു. സുഹൃത്തുക്കളെ, വലിയ വലിയ സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടാണ് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ഇല്ലാത്ത കാശും മറ്റുമൊക്കെ ഉണ്ടാക്കി നമ്മുടെ മക്കളെ ഉപരിപഠനത്തിന് വേണ്ടി ക്യാമ്പസുകളിലേക്ക് മറ്റുമൊക്കെ പറഞ്ഞയക്കുന്നത്. വലിയ ത്യാഗങ്ങളാണ് അതിന്റെ പിന്നിൽ ഓരോരുത്തരും നടത്തുന്നത്. ആ ത്യാഗങ്ങളൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു 5-6 വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ പഠിപ്പിക്കാൻ വിട്ട എന്റെ മകൻ അല്ലെങ്കിൽ മകൾ അവളൊരു ജോലിയൊക്കെ നേടി, അവന്റെ ജോലിയൊക്കെ സമ്പാദിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ച് ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ പൊന്നുപോലെ നോക്കുമെന്ന വലിയൊരു സ്വപ്നമാണ് പലപ്പോഴും കണ്ടിട്ടാണ് മാതാപിതാക്കൾ ഈ കഷ്ടപ്പാടൊക്കെ നടത്തുന്നത്. പക്ഷേ പണ്ടത്തെക്കാൾ ഏറെ അവർ പഠിക്കാൻ വിടുന്ന ഇടം അഥവാ ക്യാമ്പസ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളൊക്കെ കൃത്യമായി കൊണ്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് പറയാതെ തന്നെ അതിന്റെ ദുരന്തങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് ചിറക് മുളപ്പിച്ചു കൊടുക്കുന്ന ഇടമാണ്. ഏത് വിധേനയും എവിടേക്ക് വേണമെങ്കിലും പറക്കാൻ കഴിയുന്നൊരിടം. അതൊരു ഒരു തലതെറിച്ച പ്രായത്തിൽ അതിലേക്ക് വിടുക എന്ന് പറയുമ്പോൾ പിശാച് നല്ല ഉപയോഗപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് വല്ലാത്തൊരു മായാവലയമാണ്. ആ മായാവലയത്തിൽപ്പെട്ട് പല ചതിക്കുള്ളിലേക്കും പോകുന്ന കഥകളാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വേദനിക്കുന്ന വാർത്തകൾ മാത്രമാണ് പലപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയ, മതം വരെ ഒഴിവാക്കിയ, ഇനി ഒരു മനുഷ്യനിക്ക് ചെയ്യാൻ കഴിയാത്ത അത്രയും നികൃഷ്ടമായ സ്വഭാവ വൈകല്യങ്ങളെപ്പോലും ചേർത്ത് വെക്കാൻ
ഒരു ഉളുപ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും നല്ല മക്കൾ പോകുന്നത് വരെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന മക്കൾ പോലും ഒരു 4-5 വർഷങ്ങളെ കൊണ്ട് 2-3 വർഷങ്ങളെ കൊണ്ട് അവസ്ഥകളൊക്കെ മാറി പല മാതാപിതാക്കളും കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് അവനെ ഡോക്ടർ ആയില്ലെങ്കിലും പ്രശ്നമല്ല, എനിക്ക് എന്റെ കുട്ടിനെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് സുഹൃത്തുക്കളെ പലപ്പോഴും ക്യാമ്പസിന്റെ അകങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ മഹാഭൂരിഭാഗം വരുന്ന കുട്ടികളും വഴിതെറ്റിപ്പോകാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നല്ല നിലയ്ക്ക് ഇനി പഠിച്ചിറങ്ങുന്നു എന്ന് പറയുന്നവർക്ക് പോലും ഇറങ്ങിക്കഴിഞ്ഞാൽ താൻ മുടക്കിയ ക്യാഷ് ഇങ്ങോട്ട് വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ തന്റെ മുമ്പിൽ വരുന്ന ആളുകളുടെ പ്രയാസങ്ങളൊന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കേവലം തന്റെ ഒരു സ്വകാര്യ ആവശ്യങ്ങൾ മാത്രം നടന്ന് കിട്ടിയാൽ മതി എന്നുള്ള നിലക്ക് ആർക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, എന്റെ കാര്യങ്ങൾ നടക്കണമെന്നൊരു മനോഗതിയിലേക്ക് നല്ല നിലക്ക് പഠിച്ചിറങ്ങുന്നവർ എന്ന് പറയുന്നവർ പോലും അങ്ങനെയാകുമ്പോൾ സുഹൃത്തുക്കളെ ഇവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വിശ്വാസികളായ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ബാധ്യതയാണല്ലോ. ആ ബാധ്യത നിർവഹണത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. മതബോധമുള്ള ഡോക്ടർമാരുണ്ടാകണം, മതബോധമുള്ള എഞ്ചിനീയർമാരുണ്ടാകണം, മതബോധമുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടാകണം, അല്ലെ? ആ ഒരു നിലവാരം, ആ ഒരു വലിയ ലക്ഷ്യം വെച്ച് ദീനും ദുനിയാവും നമ്മുടെ മക്കൾക്ക് കിട്ടണം, അതിനവർക്ക് കൃത്യമായി കൊണ്ടുള്ള ബോധം കൊടുത്താൽ മതി എന്ന ലക്ഷ്യത്തിന് നമ്മൾ 10-27 വർഷങ്ങളായിക്കൊണ്ട് സംഘടിപ്പിച്ച് വരുന്ന ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ വർഷവും നടത്തി വരുന്ന പ്രോഗ്രാം ഇത്തവണത്തേത് ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. അടുത്ത മാസം 11, 12, 13 തീയതികൾ നടക്കുമ്പോൾ നമുക്കറിയാവും നമ്മുടെ മക്കളെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ളത് നമ്മൾ നടത്തേണ്ട ഏറ്റവും വലിയ ഈ ഒരു സമയത്തെ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. നമ്മളെങ്ങാനും ഒരു കുട്ടിയെ അതിന് നിർദ്ദേശിച്ചും അവനെങ്ങാനും അവിടെ പോയി അവനക്ക് പടച്ചറപ്പെങ്ങനെ ഹിദായത്ത് കൊടുത്ത് അവൻ നല്ലൊരാളായിക്കൊണ്ട് മാറിക്കഴിഞ്ഞാൽ അത് മതിയാകും. ഒരു പക്ഷേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ്. അവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മുടെ പള്ളിക്ക് മുമ്പിൽ സ്ഥാപിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ സ്റ്റുഡൻസ് ഭാരവാഹികൾ ഇരിക്കും. ഇൻഷാ അല്ലാഹ് അവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകളൊന്ന് കൊടുക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ മക്കൾക്കൊക്കെയും വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അല്ലാഹുവിന്റെ ദീന് കിട്ടണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം, എല്ലാവരും നരകത്തിൽ നിന്ന് പടച്ചറബാനെ കാക്കണം എന്ന നിലക്ക് നമ്മളൊന്ന് വിശാലമായി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു വിശാലമായ മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാജ്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.